നമസ്കാരം. നിങ്ങൾ ഈ കാണുന്നത് ഇന്നലെ, അതായത് 2026 ഫെബ്രുവരി 23 തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. ഓടുന്നതിനിടയ്ക്ക് ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പിറകിലെ വീല് ഊരിത്തെറിച്ചതാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു തുടർക്കഥയായിരിക്കുകയാണ്. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. 2025 ഓഗസ്റ്റ് 7 കോഴിക്കോട് നടന്ന ആ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജാജിന്റെ ചേതക് എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് ഇതും. ഈ ഒരു അപകടത്തിൽ വണ്ടി ഓടിച്ച ആളുടെ കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ 2 അപകടങ്ങളിലും ഈ 2 പേർക്കും ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഹീറോ മോട്ടോകോർപ്പിന്റെ വീട എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീലൊടിഞ്ഞ് അപകടം സംഭവിച്ച് മരണപ്പെട്ട സജീവേട്ടനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സംഭവം നടന്നിട്ട് ഇപ്പൊ ഏകദേശം 2 വർഷത്തോളമായി. സജീവേട്ടന്റെ വീട്ടുകാര് നീതിക്ക് വേണ്ടി ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ്. അതേപോലെ 5 മാസങ്ങൾക്ക് മുമ്പ് വീൽ ഉരുത്തെറിച്ച് അപകടം സംഭവിച്ച് കാലൊടിഞ്ഞ ബജാജ് ചേതക് കസ്റ്റമറും ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നലെ കാട്ടാക്കടയിൽ നടന്ന സംഭവത്തിൽ ബജാജ് ചേതക് കസ്റ്റമർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചന്തയുടെ അവിടുന്ന് ചന്തയുടെ അവിടുന്ന് കാട്ടാക്കടയിലോട്ട് വരികയായിരുന്നു. കാട്ടാക്കട തിരക്കായതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി കട്ടക്കോട് സൈഡിലേക്ക് തിരിഞ്ഞ് വരികയായിരുന്നു. വളരെ പതുക്കെ ഒരു 20-30 സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വണ്ടി ബാക്കിൽ സ്കിഡ് ചെയ്ത് ടയർ ഊരി തെറിച്ച് പോകാനുണ്ടായത്. വളരെ സ്പീഡ് കുറവായിരുന്നതുകൊണ്ട് വലിയൊരു വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം എൻ്റെ വൈഫാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ഒരു വിശ്വസി ഈ ടയറൊക്കെ തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് കണ്ടിട്ടുള്ളത്. വലിയ ഹൈവേയിലൊക്കെ 120-160 സ്പീഡിലൊക്കെ പോണ വണ്ടിയുടെ ടയർ ഊരി പോകണം കണ്ടിട്ടുണ്ട്. 20-30 സ്പീഡിൽ പോണ വണ്ടിയുടെ ടയർ ഊരി പോയിരിക്കുന്നത് ആദ്യമായിട്ട് വല്ലാത്തൊരു അനുഭവമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് 5 മാസം മുന്നേ കോഴിക്കോട് നടന്ന സംഭവത്തിൽ ബജാജ് ചേതക് കസ്റ്റമർക്ക് എന്താണ് പറയാനുള്ളത് കേൾപ്പിക്കാം. ഈ ഒരു വീഡിയോ ഒരിക്കൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. മുമ്പ് ഇത് കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. KVR മോട്ടോഴ്സ് എന്നാണ് ഡീലറെ ത്രൂ ആണ് വണ്ടി എടുത്തത്. അവിടെ തന്നെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ തന്നെയാണ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൊടുത്ത് ഒരു 1.5 മാസം മുന്നേ ആയിരുന്നു വണ്ടി സർവീസിന് കൊടുത്തത്. കൊടുത്തൊരു 3610 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അവിടെ ആ കൊടുക്കുന്ന സമയം ബ്രേക്ക് ഷൂവിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ബ്രേക്ക് ഷൂ മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സർവീസ് റെക്കോർഡിൽ ബ്രേക്ക് ഷൂ മാറ്റിയതായിട്ട് കാണാനും ഉണ്ട്. നോർമലി വന്നുകൊണ്ടിരിക്കുമ്പോൾ റണ്ണിങ്ങിൽ നിന്ന് പെട്ടെന്ന് ഒരു ഷെയ്ക്ക്, ബാക്ക് വീലിൽ നിന്നൊരു ഷെയ്ക്ക് ഉണ്ടായി. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ബാക്കിൽ നിന്നൊരു ഫോഴ്സ്ഫുള്ളി വീല് ബാക്കോട്ടോ എങ്ങോട്ടോ വീല് തെറിച്ച് പോവുകയും ചെയ്തത്. പിന്നെ ഞാൻ റോട്ടുമേൽ കിടക്കുന്നതാണ്. പിന്നെ ഞാൻ ഓർമ്മ വണ്ടി മറിഞ്ഞ് ഞാൻ റോട്ടുമേൽ കിടന്ന് കാല് മടങ്ങിയാണ് ഞാൻ വീണത്. അപകടത്തിൽ കാലിന്റെ എല്ല് പൊട്ടി 1 മാസത്തോളമായി വിശ്രമത്തിലാണ്. സർവീസ് സെന്ററിനെ സമീപിച്ചെങ്കിലും ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അടക്കം നൽകിയില്ല എന്നും നൌഷാദ് പറഞ്ഞു. 9-ാം തീയതി തന്നെ ഡീലറെ കോൺടാക്ട് ചെയ്തു. 10-ാം തീയതി തന്നെ ഡീലർക്കും മറ്റ് അധികാരികൾക്കുമായിട്ടുള്ളവർക്കൊക്കെ മെയിലും അയച്ചു. മാറ്ററെല്ലാം വെച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പോലെ ഒരു സാധനവും അവർക്ക് തരാൻ സാധിക്കില്ല എന്നാണ് അവിടുത്തെ മാനേജർ എന്നോട് അറിയിച്ചത്. അർഹമായ നഷ്ടപരിഹാരവും അപകടത്തിലേക്ക് നയിച്ചതിൽ നടപടിയും ആവശ്യപ്പെട്ടാണ് ഉപഭോക്തൃ കോടതിയെ നൌഷാദ് സമീപിച്ചത്. അതേസമയം അപകടം എങ്ങനെയാണ് സംഭവിച്ചതെന്നതിൽ വ്യക്തതയില്ലെന്നാണ് സർവീസ് സെന്ററിന്റെ വിശദീകരണം. ഹീറോ മോട്ടോകോർപ്പ് വിടയുടെ ആദ്യമിറങ്ങിയ VX1 മോഡലുകളിൽ പിറകിലെ വീല് പൊട്ടിയുണ്ടായ 2 അപകടങ്ങളെയും കുറിച്ച് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്തതാണ്. അതിനുശേഷം ഇതേ മോഡൽ വണ്ടികളിൽ തന്നെ പലർക്കും പിറകിലെ വീലിൽ ക്രാക്ക് ഉണ്ടാവുകയും പലർക്കും കമ്പനി വീലുകൾ മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇറങ്ങിയ VX2 മോഡലുകളിൽ ഇത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വിടയുടെ വീൽ ഒടിയാനുള്ള കാരണം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്നുള്ള റിപ്പോർട്ട് MVDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇറങ്ങിയ VX2 മോഡൽ വണ്ടികളുടെ വീലുകൾക്ക് ഇവർ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബജാജ് ചേതക്കിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ 2 സംഭവങ്ങളിലും ഇവിടെ വീല് ഒടിഞ്ഞിട്ടില്ല. ഹബിൽ നിന്നും വേർപെട്ട് പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു റിപ്പോർട്ട് ബജാജ് ചേതക്കിന്റെ ഭാഗത്തു നിന്നും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ താനെ വീലൂരി പോകുന്ന ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങിക്കുക, അല്ലേ?